ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് കുഞ്ഞെഴുത്ത് പുസ്തകത്തിലെ 3-ാമത്തെ പാഠമാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. മാനത്തെ പട്ടം എല്ലാവരും വായിച്ചതല്ലേ? മാനത്തെ പട്ടം, ആ പട്ടം കണ്ട കാഴ്ചകളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അത് അനുസരിച്ച് വിട്ടുപോയ ഭാഗങ്ങൾ പൂരിപ്പിക്കാം. എന്താ അവിടെ വരിക? പട്ടം മാനത്ത് മേഘം കണ്ടു, വീട് കണ്ടു. എന്തൊക്കെയാണ് പട്ടം കണ്ടത്? വീട് കണ്ടു, പിന്നെ കാട് കണ്ടു, പുഴ കണ്ടു. എന്തൊക്കെയാണ് അടുത്തതായിട്ട് പട്ടം കണ്ടത്? പൂമല കണ്ടു, പൂമരം കണ്ടു, പുഴ കണ്ടു, വഴി കണ്ടു, പട്ടം പറന്നു. അടുത്തതായിട്ട് ഈ പിക്ചറിൽ എന്താണ് കാണുന്നത്? ഒരു പട്ടം പറക്കുകയാണല്ലേ. ഇതിൻ്റെ അടിയിലും കുറച്ച് മൃഗങ്ങളുണ്ട്, അതും നോക്കാം. ഈ പടത്തിന് കൂട്ടുകാർ നിറം നൽകി പൂരിപ്പിക്കണേ. നോക്കിക്കേ, ഈ പടത്തിൽ ഒരു ആനയും തത്തമ്മയും കാക്കയുമാണുള്ളത്. അവരെന്തോ നോക്കുകയാണല്ലേ. എന്താണ് അവർ നോക്കുന്നത്? ആ പട്ടത്തെയാണല്ലേ അവർ നോക്കുന്നത്. തത്ത നോക്കി നൂലുള്ള പട്ടം, കാക്ക നോക്കി വാലുള്ള പട്ടം, ആന നോക്കി ചേലുള്ള പട്ടം. 3 പേരും നോക്കിയപ്പോൾ കണ്ടത് വ്യത്യസ്ത തരം കാര്യങ്ങളാണ്. തത്ത നോക്കിയപ്പോൾ നൂലുള്ള പട്ടമായിട്ട് തോന്നി. കാക്ക നോക്കിയപ്പോഴോ വാലുള്ള പട്ടം, ആന നോക്കിയപ്പോഴോ ചേലുള്ള പട്ടം. തത്തയ്ക്ക് എന്ത് നിറമാണ് കൊടുക്കുക? തത്തയ്ക്ക് പച്ച നിറവും അതിൻ്റെ കൊക്കിന് ചുവപ്പ് നിറവുമാണ് കൊടുക്കുക. കാക്കയ്ക്കും ആനയ്ക്കും കറുപ്പ് നിറവും പട്ടത്തിന് കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള നിറവും കൊടുക്കണേ. തത്തമ്മയ്ക്കും ആനയ്ക്കും കാക്കയ്ക്കും പട്ടത്തിനും എല്ലാത്തിനും നിറം കൊടുക്കണം കേട്ടോ. കൂട്ടുകാർ ഒപ്പം തന്നെ എഴുതിയും വരണേ. ആ കാഴ്ചയൊക്കെ കണ്ടുവരുമ്പോഴാണ് പട്ടം നൂല് പൊട്ടിയില്ലേ. അടിയിലൊരു പട്ടി നിൽക്കുന്നുണ്ട്. എന്ത് കണ്ടാലും കുരച്ചുകൊണ്ടേയിരിക്കും. പട്ടി നോക്കി കുരകുരച്ചു. ആരെ നോക്കിയാണ് കുരകുരയ്ക്കുന്നത്? പട്ടത്തെ നോക്കിയാണ് കുരകുരയ്ക്കുന്നത്. പട്ടം ഞെട്ടി വിറവിറച്ചു. നൂല് പൊട്ടി, പട്ടം വീണു. തലകുത്തി. എങ്ങനെയാണ് പട്ടം വീണത്? നൂല് പൊട്ടി, പട്ടം വീണു, തലകുത്തിയാണ് പട്ടം വീണത്. പട്ടം ഇങ്ങനെ വീഴുന്നത് കണ്ടിട്ട് പട്ടി ഓടി. അപ്പോൾ പട്ടം നേരെ വന്ന് പട്ടിയുടെ മേലെ വന്ന് കുരുങ്ങി. പട്ടം ആരുടെ മേലാണ് വീണത്? പട്ടിയുടെ മേലാണ് പട്ടം വീണത്. പട്ടി ഓടി, നൂല് കുരുങ്ങി, വാലിൽ കുരുങ്ങി. എവിടേക്കാണ് കുരുങ്ങിയത്? വാലിൽ കുരുങ്ങി, കാലിൽ കുരുങ്ങി, മേലാകെ കുരുങ്ങി. അപ്പോൾ പട്ടി എങ്ങനെയാണ് കരഞ്ഞത്? മോ മോ മോ. പട്ടി മോങ്ങി. അപ്പോൾ കൂട്ടുകാരെ എല്ലാവരും പാഠഭാഗം പൂർത്തിയാക്കി നിറമെല്ലാം കൊടുക്കണേ. താങ്ക് യു.